ഹായ് നമസ്കാരം. ഇന്ന് നമുക്കൊരു ഗോതമ്പ് പായസം ഉണ്ടാക്കാം. ഞാൻ ആദ്യം ഉരുളിയിൽ നെയ്യൊഴിച്ചു. നമുക്ക് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് വറുത്തെടുത്തു. ഇനി നമുക്ക് മുന്തിരിങ്ങ വറുത്തെടുക്കാം. മുന്തിരിങ്ങ വറുത്തെടുത്തോട്ടാ. ഇനി നമുക്ക് ആ നെയ്യിലേക്ക് വേവിച്ച് വെച്ച ഗോതമ്പ് ചേർക്കാം അതിനകത്ത് കേട്ടോ. ഇത് 1/2 കിലോ ഗോതമ്പ് വേവിച്ചതാണ്. ഇതിനകത്ത് കുറച്ച് ചൊവ്വരി ചേർത്തു. ഞാൻ ഇത് തലേന്ന് രാത്രി കുതിർത്ത് വെച്ചതാണ് കേട്ടോ. ഒരു 6 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. അധികം വേവേണ്ട ആവശ്യമില്ല. അത് രണ്ടും കൂടെ നെയ്യിൽ നന്നായി വഴറ്റിയെടുക്കണത്. വെള്ളം ഒന്ന് പോകുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇതിനകത്ത് ഞാൻ 1.5 കിലോ ശർക്കര ചേർത്തു. ശർക്കരപ്പാനി. അതും ഒന്നുകൂടെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. കുറുകി വരുന്നുണ്ട്. നന്നായി കുറുകി വരുന്നുണ്ട്. ഇനി നമുക്ക് 3-ാം പാൽ ഒഴിക്കുക. ഇതൊരു 4 ലിറ്റർ 3-ാം പാലാണ് കേട്ടോ. ഇത് നന്നായി തിളച്ച് വരണം. ഒരുപാട് കുറുകേണ്ട ആവശ്യമില്ല. ഗോതമ്പും കുറച്ച് കട്ടിയുള്ളതല്ലേ, പിന്നെ ചൊവ്വരി രണ്ടും കൊഴുപ്പുണ്ടല്ലോ, അതുകൊണ്ട് കൂടുതൽ കുറുകേണ്ട ആവശ്യമില്ല. ഒരുപാട് തിളക്കണ്ട. ഇനി നമുക്ക് 2-ാം പാൽ ഒഴിക്കുക. അത് 2 ലിറ്റർ. കൂടുതൽ കുറുകേണ്ട ആവശ്യമില്ല. തിളക്കാൻ തുടങ്ങി. ഇതിൻ്റെ പാകമൊക്കെ നോക്കി അതിനകത്ത് നമുക്ക് 3-ാം പാൽ ചേർക്കാം. ഇത് 1/2 ലിറ്ററാണുള്ളത് കേട്ടോ 3-ാം പാൽ. മൂന്നാം പാൽ ചേർത്ത് അധികം തിളക്കേണ്ട ആവശ്യമില്ല. നമുക്കിതിനകത്ത് ഏലക്കായ ചേർക്കാം. നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, പിന്നെ മുന്തിരിങ്ങ, ഇതൊക്കെ ചേർത്തു. മധുരം ആദ്യം എന്തുണ്ടാക്കിയാലും ആദ്യം കുറച്ചെടുത്ത് പൂജാമുറിയിൽ കൊണ്ടുവെക്കും. അതിനുശേഷം ഞങ്ങൾ ഉപയോഗിക്കാറുള്ളൂ. പായസം റെഡി.